എനിക്കൊരു GST രജിസ്ട്രേഷൻ എടുക്കണം. ഞാനൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എമൗണ്ട് GST ആയി എല്ലാ ബില്ലും വരുന്നുണ്ട്. GST രജിസ്ട്രേഷൻ എടുത്താൽ പേ ചെയ്ത് GST തിരിച്ചു കിട്ടുമെന്നാണല്ലോ കേൾക്കുന്നത്. ഇതിലൊരു 2-3 തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ഒരു ബിസിനസ് ഉള്ളവര് അല്ലെങ്കിൽ GST നിയമത്തിൽ പറയുന്ന ഔട്ട്വേർഡ് സപ്ലൈ ഉള്ളവർക്കാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ കഴിയുന്നത്. ബിസിനസിന്റെ കേസിൽ സെയിൽസ് അല്ലെങ്കിൽ റെന്റൽ ഇൻകം ഉള്ളവരുടെ കേസിൽ റെന്റ് ഒക്കെയാണ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പരിധിയിൽ വരും. അങ്ങനെ സപ്ലൈ ഉള്ളവർക്കാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി പണിയുന്ന വീടിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ എൻഡ് യൂസർ ആണ്. എൻഡ് യൂസറിന്റെ കയ്യിൽ നിന്നാണ് അൾട്ടിമേറ്റ്ലി ഫുൾ GST ഈടാക്കപ്പെടുന്നത്. ഈ കേസിൽ GST നിയമത്തിൽ പറയുന്ന ഔട്ട്വേർഡ് സപ്ലൈ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ GST രജിസ്ട്രേഷൻ എടുക്കുവാനും കഴിയില്ല. ഇനിയിപ്പോ ഓൾറെഡി GST രജിസ്ട്രേഷൻ ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു വീട് പണിയാണെന്ന് വെക്കുക. ആ കേസിലും GST എടുക്കാനായിട്ട് കഴിയില്ല. കാരണം ഒന്ന്, ഇത് പേഴ്സണൽ യൂസ് ആണ്. 2, പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലാത്ത ഇമ്മൂവബിൾ അസറ്റിന്റെ GST ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. അങ്ങനെ നോക്കിയാലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് കഴിയില്ല.